പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അത് എല്ലാവരും കാത്തിരിക്കുകയാണ്. 21-ാം തീയതി ആയിരിക്കുകയാണ്. അപ്പോഴെല്ലാവരും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എപ്പോഴാണ് വരുന്നത് എന്ന് സംബന്ധിച്ചുള്ള സംശയത്തിലാണ്. ഇലക്ഷൻ നടക്കുന്നു, തുക കിട്ടുമോ, കറക്റ്റായിട്ടുള്ള സമയത്ത് തുക ലഭിക്കുമോ എന്നതുമായി ബന്ധപ്പെട്ട് എല്ലാവരും സംശയത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. കാരണം ഇത് നമ്മൾ DBT സെല്ല് അധികൃതരുമായിട്ട് സംസാരിച്ചിരുന്നു. അതിൻ്റെ ഒരു കോൾ റെക്കോർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ വിശദമായിട്ടുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുമോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വിതരണം ചെയ്യുമോ, അടുത്ത മാസവും കുടിശ്ശിക ഉണ്ടാകുമോ എന്നെ സംബന്ധിച്ചുള്ള, അതുപോലെ വോയിസ് റെക്കോർഡും ഒക്കെ ബന്ധപ്പെടുത്തിയുള്ള കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് എല്ലാ മാസവും ഇപ്പോൾ കുടിശ്ശികയില്ലാത്ത രീതിയിൽ നമ്മുടെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു മാസത്തെ, അതായത് മാർച്ച് മാസം ഇലക്ഷനൊക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇലക്ഷൻ്റെ നടപടികളിലേക്കൊക്കെ പോവുകയും കൂടാതെ തന്നെ ഏപ്രിൽ മാസം ആദ്യവാരം ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടുമോ, അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ DBT സെൽ അധികൃതരുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംശയം ചോദിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് DBT സെല്ലിൽ വിളിച്ചപ്പോൾ കേട്ട ഒരു വോയിസ് റെക്കോർഡുണ്ട്, അത് നിങ്ങൾ കേൾക്കുക. ഹലോ, നമസ്കാരം. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ഷാൻ എന്നാണ് പേര്. ഓക്കെ, നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ മാർച്ച് മാസത്തിൽ എപ്പോഴത്തേക്കായിരിക്കും വിതരണം ഉണ്ടാകുന്നത്? 25-ാം തീയതി. 25-ാം തീയതി കൺഫേംഡ് ആണോ? കഴിയും 25-ാം തീയതി കഴിയും. വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലേ? ആ ഒരു ഡേറ്റ് തന്നെ ഉണ്ടാവും. ഓക്കെ മാഡം, താങ്ക് യു. അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വോയിസ് ക്ലിപ്പിൽ കറക്റ്റായിട്ട് അവർ തന്നെ ഇത് പറയുന്നുണ്ട്. ഈ മാസം 25-ാം തീയതി കഴിയുമ്പോഴാണ് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുക. അതിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റമുണ്ടാകത്തില്ല. നിങ്ങളാരും ഈ ഒരു പെൻഷൻ കിട്ടുമോ എന്നുള്ളൊരു സംശയം വേണ്ട. കാരണം ഇതിനു വേണ്ടിയുള്ള തുക 2 മാസ തുക മുന്നേറായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇലക്ഷന് മുമ്പായിട്ട് തന്നെ അനുവദിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു നടപടി തന്നെയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെയും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തുതന്നെയായാലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് മാർച്ച് മാസത്തെ ഈ മാസം 25-ാം തീയതി, ഇന്നിപ്പോൾ 21-ാം തീയതിയായി, പറഞ്ഞ സമയത്തിന് മുമ്പാകെ തന്നെ, സാധാരണ മാസാവസാനമൊക്കെ ആകാറുണ്ട്, പറഞ്ഞതിന് മുമ്പാകെ തന്നെ ഏകദേശം ഒരു 25-ാം തീയതി കഴിയുമ്പോൾ തന്നെ, അതായത് ബുധനാഴ്ചയോടുകൂടി ഈ ഒരു തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. ഒരു പക്ഷേ ഒരു ദിവസം മുമ്പേ തന്നെ നമ്മളുടെ കൈകളിലേക്കുള്ള തുക ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. എന്തുതന്നെയായാലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് മുമ്പായി തന്നെ തുക ലഭിക്കും. ഇതിനുള്ള തുക സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അനുവദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തുക ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഭയവും ആവശ്യമില്ല. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റ് ആളുകളിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.